കുടുംബ വിചിന്തന ധ്യാനത്തിന്റെ ഇന്നത്തെ ധ്യാന വിഷയം കുടുംബം ധാർമ്മികതയുടെ പാഠശാല, ഫാമിലി ഈസ് സ്കൂൾ ഓഫ് എത്തിക്സ് എന്നതാണ്. വിശ്വാസബോധങ്ങളും ജീവിത മൂല്യങ്ങളും തലമുറകളിലേക്ക് പകരപ്പെടുന്നത് കുടുംബങ്ങളിലൂടെയാണ്. ക്രിസ്തീയ ധാർമ്മിക മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട കുടുംബങ്ങൾ ദൈവരാജ്യ മൂല്യങ്ങളിലൂടെ നയിക്കപ്പെടുന്നു. വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ കുടുംബജീവിതത്തിൽ ഒന്നായിത്തീരുന്ന സ്ത്രീയും പുരുഷനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനും അതിൻ പ്രകാരം ജീവിതത്തെ നയിക്കുന്നതിനും വേണ്ടിയാണ്. ദൈവം ദാനമായി നൽകുന്ന തലമുറയെ ദൈവിക മൂല്യങ്ങളിൽ വളർത്തുന്നതിനുള്ള കൂട്ടുത്തരവാദിത്വം ഓരോ കുടുംബങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. പരസ്പര ബന്ധങ്ങളിലും സാമൂഹിക ഉത്തരവാദിത്തങ്ങളിലും മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു കുടുംബമാണ് നസ്രത്തിലെ ജോസഫ് മറിയ ദമ്പതികളുടെ കുടുംബം അഥവാ തിരുകുടുംബം. ക്രിസ്തീയ കുടുംബത്തിന്റെ മാതൃകയായി നസ്രത്തിലെ തിരുകുടുംബത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ദൈവാശ്രയ ബോധത്തിൽ വളർത്തപ്പെടുന്ന ഒരു വ്യക്തിയിൽ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ധാർമ്മിക മൂല്യങ്ങളും പ്രകടമാണ്. ധാർമ്മിക മൂല്യങ്ങളെയും ദൈവിക ബന്ധത്തെയും തലമുറകളിലേക്ക് പകരപ്പെടുന്നത് കുടുംബങ്ങളിലൂടെയാണ്, അഥവാ മാതാപിതാക്കളിലൂടെയാണ്. ധാർമ്മിക മൂല്യങ്ങളിലും ആത്മീയ ബോധത്തിലും നയിക്കപ്പെടേണ്ട ഒരു കുടുംബം കെട്ടുപണി ചെയ്യാൻ നാം അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ. 1. മാതൃകാപരമായ പ്രാർത്ഥനാ കുടുംബം പണിയണം. ലെറ്റ്സ് ബിൽഡ് ആൻ എക്സംപ്ലറി പ്രയർ ഫാമിലി. യേശു കർത്താവുമായുള്ള ആത്മബന്ധമുണ്ടാകുന്ന ഭവനങ്ങളിൽ ദൈവരാജ്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. വ്യത്യസ്തമായ ജീവിത ഉത്തരവാദിത്തങ്ങളുടെ നടുവിലും ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ നടുവിലും ജീവിതത്തെ ഉത്തരവാദിത്തത്തോടെ കാണുവാൻ യേശു കർത്താവുമായുള്ള ആത്മബന്ധം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഹായിക്കും. പല കുടുംബങ്ങളുടെയും മുൻഗണന കുട്ടികളെ വിശ്വാസത്തിൽ ശക്തരാക്കുന്നതിൽ നിന്നും മാറി വിജയകരമായ വ്യക്തികളാക്കി മാറ്റുന്നതിലേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ ജീവിത വിജയത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ദൈവബന്ധത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. യേശു കർത്താവുമായുള്ള ആശ്രയത്തിലും വിശ്വാസത്തിലും ദൈവിക മൂല്യങ്ങളിലും വളർത്തപ്പെടുന്ന തലമുറ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നിലനിൽക്കുന്നവരാകും. ദൈവ ശബ്ദം കേൾക്കുന്നതിനുള്ള പ്രാർത്ഥനാ ഇടങ്ങൾ നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകണം. 2. മാതൃകാപരമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാം. ലെറ്റ്സ് ക്രിയേറ്റ് എക്സംപ്ലറി റിലേഷൻഷിപ്പ്. കുടുംബ ബന്ധങ്ങൾ ആരംഭിക്കുന്നത് 2 വ്യക്തികൾ അഥവാ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തിലാണ്. പരസ്പരം മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും മനസ്സുണ്ടാകുന്നിടത്താണ് ഉചിതമായ തീരുമാനങ്ങളിലൂടെ ജീവിത ലക്ഷ്യത്തിലെത്താൻ ഇടയാകുന്നത്. അങ്ങനെയുള്ള ഭവനങ്ങളിലാണ് ക്രിസ്തീയ സാക്ഷ്യം രൂപപ്പെടുന്നത്. ഭവനങ്ങളിൽ മാതാപിതാക്കൾ പരസ്പരം കരുതുന്നതും ക്ഷമിക്കുന്നതും ബഹുമാനിക്കുന്നതും മക്കൾ കണ്ടു വളരണം. മാതാപിതാക്കളുടെ മാതൃകാപരമായ കുടുംബജീവിതവും വിശ്വാസ ജീവിതവും സാമൂഹിക ബന്ധങ്ങളും ആരാധനാ ജീവിതവും എല്ലാം മക്കളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. തലമുറകൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകരപ്പെടുന്നത് കുടുംബങ്ങളിലൂടെയാണ്. മാതാപിതാക്കൾ തലമുറകൾക്ക് മുൻപിൽ മാതൃകയുള്ളവരാകണം. പരസ്പര ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലും ദൈവരാജ്യ ബോധത്തോടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.